കരിമരുന്ന് പ്രയോഗത്തിന്റെ കാര്യം തന്നെ നമുക്ക് ആദ്യമായി എടുക്കാം. 45 വാണം വിട്ടതായിട്ടാണ് ഇവിടെ കണക്കി കാണുന്നത്. ആകാശത്തിലേക്കാണോ അതോ പ്രസിഡന്റിന്റെ പോക്കറ്റിലേക്കാണോ ഇത്രയും വാണം വിട്ടത്? എടാ രാഘവ, ഏത് ഭാഷയിലാണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയാം. ഇതൊരു കമ്മിറ്റി മീറ്റിംഗ് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. ഓ, അങ്ങനെ ക്ഷമിക്കാനും വേണ്ട. നേരെ മേപ്പോട്ട് പോകാത്ത 5-6 അവശമാണ് ഞാനെന്ന് കണ്ടോളൂ. പട്ടയടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ നീ എങ്ങനെയാണ് വാണ വേണ്ടിയത്? ഞാൻ പട്ടയടിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? പട്ടയടിക്കാത്തൊരു ഈ കമ്മിറ്റിയിലുണ്ടെന്ന് പ്രസിഡന്റ് മനസ്സിലാക്കണം. കാർത്തികൻ കൊടുങ്ങല്ലൂർ വിശ്വംബരൻ 7000 രൂപ കൊടുത്തിട്ടില്ല. 3000 അയാളുടെ റേറ്റ്. അയാളുടെ റേറ്റ് താനാണ് വെച്ചിരിക്കുന്നത്. അതെ, കമ്മിറ്റിക്ക് ഒരു ഖജാഞ്ചി ഉള്ളപ്പോഴേ പ്രസിഡന്റ് എന്തിനാ ഈ പണമിടപാട് നടത്തുന്നത്? ഖജാഞ്ചി എന്തിനത് അനുവദിച്ചു? അത് ഇങ്ങനെ നിർബന്ധിച്ചിട്ടാ. ഭക്ഷണ ചെലവ്, പാട്ടുകാരുടെ തുക, കാറ് വാടക, ഇതൊക്കെ തന്നെ നോക്കിയാലേ അറിയാം ഇത് അടിമുടി വെട്ടിപ്പാണെന്ന്. അന്തസ്സുള്ളവർക്ക് ഈ കണക്കാക്കിയിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോയാലേ ഇയാൾ ഈ അമ്പലം വിഴുങ്ങും. നാട്ടുകാർ പറയുന്നുണ്ടല്ലോ ഇയാൾ അമ്പലം വിഴുങ്ങിയാണെന്ന്. നിന്റെ മറ്റവനാണ് അമ്പലം വിഴുങ്ങി. മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. എനിക്കിത് കിട്ടണം. പകൽ ഞാൻ പിരിവടത്തിയ ഇതൊക്കെ ചെയ്തത്. ഈ കമ്മിറ്റി എനിക്ക് പുല്ലാണ്. കമ്മിറ്റി പിരിച്ചുവിട്ട് സ്വന്തമായി ഉത്സവം നടത്താൻ ഈ ആർക്കാ നെടുങ്ങാടിക്കറിയാം. നെടുങ്ങാടിയോട് കളിച്ചാലേ ഈ ക്ഷേത്രം ഞാൻ ദേവസ്വം കൂടെ കൊടുക്കും. നോക്കി എന്തായാലും പോവാതെ അമ്പലം കുറച്ചുകൂടെ വിരിക്കിട്ട് പോ. നിന്റെ മറ്റവനോട് ചുമ്മാരി നാറികൾ ചെറ്റകൾ ഇവരെയൊക്കെ കാണിച്ചു കൊടുക്കാം. നോക്കിക്കോ. അയ്യോ, ആ മാഷ കത്തില്ല. നിങ്ങളോട് നിൽക്കാനാ പറഞ്ഞത്. കത്തില്ല. നിങ്ങളിവിടെ നോക്കിയാ ഇത് ഞാൻ അമ്പലം പ്രസിഡന്റ് ആർക്കെ നെടുങ്ങാടി. നിങ്ങൾ ആരായാലും നിങ്ങൾക്ക് കത്തില്ല. നോക്കിക്കേ. നോക്കാനൊന്നുമില്ല. ശരിക്കും നോക്കിയിട്ടാ ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങിയത്. നിങ്ങളൊന്ന് നിൽക്കും മനുഷ്യ, ഓടാതെ. ഞാൻ ഓടും. അതെന്താ ആരെങ്കിലും ഞാൻ കിടക്കുന്ന വായു വിളിക്ക്. വാഹന ഗതാഗതമില്ലാത്ത കാലത്തെ സമയം ബാധിക്കാൻ വേണ്ടി അഞ്ചലോട്ടക്കാർ ഓടിയിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാനും അഞ്ചൽക്കാരനായിട്ടാണ് സർവീസിൽ കയറിയത്. ഓട്ടം എന്റെ ശീലമാണ്. ഇയാൾ അമ്പലക്കാരി നോക്ക്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. സുഹൃത്തെ, ഞാൻ ഇടപെടുന്നില്ല. ഉത്സവത്തിന്റെ അയ്യമ്പോട് ശിഷ്യത്തിന് ഗാനമേള വേണമെന്ന് ഞാൻ കത്തയച്ചിരുന്നു. അതിന് മറുപടി ഇതുവരെ വന്നിട്ടില്ല. അതിന് ഞാൻ എന്ത് വേണം? കത്തുണ്ടെങ്കിൽ മേൽവിലാസക്കാരനെ അന്വേഷിച്ചാൽ വന്നോളൂ. അപ്പൊ കത്തില്ലല്ലേ? ഇല്ലെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ല. മനസ്സിലാകും. പിന്നെ ഗോവിന്ദനാരെ, ഈ വർഷം അമ്പലത്തിലെ ഉത്സവം നമുക്ക് പൊടി പൊടിക്കണം. ഞാൻ രസീത് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭാവന എന്താണ് എഴുതേണ്ടത്? ഒന്നും എഴുതണ്ട. ഉത്സവം നടന്നു കാണാൻ എനിക്കൊരാഗ്രഹവും ഇല്ല. അങ്ങനെ പറയരുത്. പറയും. ഒരു ചില്ലിക്കാശ് കിട്ടുമെന്ന് കരുതി ഇയാൾ എന്റെ പുറകെ ഓടണ്ട. വേറെ പണി നോക്ക്. ദരിദ്രവാസി. കോഴിക്കൊക്കെ ഇപ്പൊ എന്തോരം ഉണ്ട് കുഞ്ഞുഞ്ഞെ? 10 ഉറുപ്പിക കിട്ടും. ഇനിയിപ്പോ അവിടെ വരെ നടക്കണമല്ലോ. പക്ഷേ നടക്കുന്ന പ്രായല്ലേ? ഹലോ എഴുത്തച്ഛൻ. പോയ കാര്യം എന്തായി? സക്സസ് ആണോ? ഒന്നും പറയാറായിട്ടില്ല. നമ്മുടെ MLA തന്നെ നമുക്ക് അവിടെ പാര വെച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടപ്പോഴല്ലേ കാര്യങ്ങളുടെ കുട്ടൻസ് മനസ്സിലാകുന്നു. മാറ്റണോ? അല്ല, സാഹിബ് എവിടെ പോയിട്ട് വരുന്നു? അടുത്ത് വരെ ഒന്ന് പോയതാ. വയറ്റിപ്പഴപ്പല്ലേ. നടരാജ വണ്ടി റെഡി. ഒന്ന് കൂടെ കൊടുന്നു. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. മാധവേട്ടൻ കയറിയിട്ട്. അത് വേണോ നടരാജ? പിന്നെ തിരുവനന്തപുരത്തുനിന്ന് തീവണ്ടിയിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത് കേടുകൂടാതെ ഇവിടം വരെ എത്തി. ഇനിയിപ്പോ കടമ്പയ്ക്ക കൊണ്ട കല ഉടയ്ക്കണം. ഇവളുടെ കാലിന്റെ നീര് മാറി മാധവേട്ടാ. കാറ്റ നീശ ഇവളിപ്പോ പറക്കും. പറക്കും. നല്ല കാറ്റ് വന്നാ ഇവള് പറക്കും. അത്രയ്ക്കുള്ള ശേഷിയല്ലേ ഉള്ളൂ. ഒരേ ഒരു പരീക്ഷണം. കുതിര വഴിയിൽ വീണാലോ? കാശ് വേണ്ട. എന്റെ എല്ലോടിഞ്ഞാലോ? എന്നാലും കാശ് വേണ്ട. ഒന്നും സംഭവിക്കില്ല മാധവേട്ടാ. ഒന്ന് കേറ്. നോക്കാം. താനും കേറ്. ഞാനോ? ചാവുന്നേ നമുക്ക് ഒന്നിച്ച് ചാവാടോ. വാ. ഓ, ഇനി കേറുക എന്ന് പറയണത് തന്നെ വലിയൊരു യജ്ഞമാണ്. ഓരത്. ഇനി പോട്ടെ.
കുതിരേ പോ കുതിരേ പടക്കുതിരേ ടക്ക് 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 അപ്പോ MLA നമ്മുടെ സ്കൂളിന് എതിരാണെന്നാണോ? ടക്ക് 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 MLA നമ്മുടെ സ്കൂളിന് എതിരാണെന്നാണോ? ടക്ക് ആ, നിർത്തണ കുതിരന്റെ പാട്ട്. കുതിരയല്ല ഞാനാ പാടിയത്. നീയും കുതിരയും തമ്മിൽ ഞാനൊരു വ്യത്യാസവും കാണുന്നില്ല. ഭാർഗവൻ നമ്പ്യാരെ കൂടി തിരുവനന്തപുരത്തിന് കൊണ്ടുവരുന്നെങ്കിൽ സ്കൂളിന് സാങ്ഷൻ എളുപ്പം കിട്ടുമായിരുന്നു എന്നാണ് അങ്ങനെ പറയുന്നത്. ഓ കിട്ടിയത് തന്നെ. മാധവേട്ടൻ അറിഞ്ഞോ? 2-3 ദിവസം മുമ്പ് നമ്മുടെ കുമാരൻ വൈദ്യരെ 3-4 ആളുകൾ ചേർന്ന് പൊതിരെ തല്ലി. ഞാനോ? ശരിയാ. എന്നാലായാലും പിന്നെ ആരെയെങ്കിലും ചികിത്സിച്ച് കുഴപ്പത്തിലാക്കി കാണും. ആ കേസ് അത് തന്നെ. ആ. വൈദ്യര് കൊടുത്ത ലേഹ്യം കഴിച്ച് ആ. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങള് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണത്രേ. मेरे सपनों की रानी कब आएगी तू, आई रुत मत तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू താനെന്താടോ എരുമയെ കണ്ടോട് കുതിര തിരിക്കുന്നത്? എരുമയല്ല, എരുമയുടെ കയറിന്റെ മരത്തിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് കൂട്ടു വണ്ടി. അവിടെ നിക്കണ കാട്ടുകള എന്താ താൻ ഇവിടെ നിർത്ത്? ഞങ്ങൾ ഇറങ്ങി നടന്നു പോയിക്കോളാം. നമുക്ക് വേറെ വഴി പോവാം. ഒരു ദിവസം നിന്നെ കയ്യിൽ കിട്ടും. ഒരു കാലത്തും നീ ഗുണം പിടിക്കില്ല. ആരാ മാതാടത്തിയത്? ഞാനേ ചാണവാരി ഉണ്ടാക്കിയ സ്വർണ്ണ ആ എംബോച്ചിക്ക് കൊടുത്തത് അവന്റെ കുതിരയെ പണ്ടാറടക്കാൻ. ആ. ഇപ്പൊ അവൻ എന്നെ കാണുമ്പോട് പോട്ടെ മാതാടത്തി, അവനും ജീവിച്ചു പോട്ടെന്നേ. നിങ്ങൾക്ക് കുട്ടികളും പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ. ആഹാ, എന്നാ നീ എന്റെ പുറയിലേക്ക് പോരടാ, എന്റെ മോനായിട്ട്. എന്താ വേണമെങ്കിൽ വരാം. ഹാ, എന്റെ വായിലുള്ളത് കേൾക്കരുത്, പോടാർന്ന്.